afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ ട്ടോ. Teacher prayer. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസേ നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായി എൻ്റെ ഉൾത്തിരിയൊന്നു കൊളുത്തേണമേ. കാണായവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതെയിരിക്കുവോനേ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും നൂനമാമിവിടുത്തെ സൃഷ്ടിയല്ലോ. Sign in. Simon. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Miltos ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience. We look forward to growing under your mentorship. Thank you, ma'am. Once again, a very warm welcome to you. Thoughts. Thought for the day: spread love everywhere you go. Mother Teresa. Okay. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറ കറക്റ്റ് ആണോ? ക്ലിയർ അല്ലേ? Yes, ma'am. ഒരു സൈഡിലാന്നേ ഉള്ളൂ, കാണാം മാമിന്. കേട്ടോ? മാം സ്ക്രീനിന്റെ ഒരു സൈഡിലാ, പക്ഷെ മാമിന്റെ മുഖം നന്നായിട്ട് കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. Okay. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആയിരുന്നു അല്ലെ? സെമിനാർ എടുക്കാൻ പറഞ്ഞു. ആരാണ്? ശ്രുതിയുണ്ട്. അത് ഞാൻ പറയാം. ഈ പോർഷൻ ഒന്നും കഴിഞ്ഞിട്ട് നമുക്ക് സെമിനാറിന്റെ കേട്ടോ. ഇതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ്. എന്താണ് വായിച്ചത് മനസ്സിലായത്? ഞാൻ വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ് എന്തായിരിക്കും? ആരും വായിച്ചില്ലേ? വായിച്ചു നോക്കിയേ. നേച്ചർ ആൻഡ് സ്കോപ്പ്. ഏത് ടോപ്പിക് ആയിരുന്നു വിവേക്? ടീച്ചേഴ്സ് എനിക്ക് MT15 ഷമിസ് എന്ന ഏതെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ വേറെ മിസ്സുമാരുടെ ക്ലാസ്സിലൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. ടീച്ചേഴ്സ് ബിഹേവിയർ എന്നുള്ള ചെറിയൊരു ടോപ്പിക് എന്നോട് പറഞ്ഞായിരുന്നു, ചെറുതായിട്ട് ഒരെണ്ണം എടുത്താൽ മതി എന്ന്. മിസ്സായിരുന്നു എനിക്ക് വൈവയ്ക്ക്. ഞാൻ ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഒന്ന് വായിച്ചു നോക്കി. മിൻസിക്ക് പറയാൻ പറ്റോ എന്താണെന്നുള്ളത്? വായിച്ചോ? എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ നാച്ചുറൽ എന്താണ്, പിന്നെ അതിന്റെ സ്കോപ്പ്, അത് ഏതൊക്കെ ഏരിയ കവർ ചെയ്യണമെന്നാണ്. അപ്പൊ അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആണ്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്
ഹിസ്റ്ററി ആൻഡ് തിയറീസ് ഓഫ് മാനേജ്മെന്റ് സയൻസ്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തിയറീസും അതിന്റെ ഹിസ്റ്ററിയും, പിന്നെ ഒരു എഡ്യൂക്കേഷൻ മാനേജറിന്റെ റോൾസ് ഒബ്ലിഗേഷൻസ്, പിന്നെ ഒരു എഡ്യൂക്കേഷൻ മാനേജറിന് വേണ്ടിയുള്ള പ്രീ കണ്ടീഷണൽ ആയിട്ടുള്ള സ്കിൽസ്, ഇതൊക്കെയാണ് ഒരു എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്കോപ്പായിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. അത് തന്നെയാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യ വിഭവശേഷി വളർച്ച ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വളർച്ച കൈവരിക്കുക എന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഓരോ കുട്ടികളെയും നമ്മൾ എങ്ങനെയാ വളർത്തിയെടുക്കേണ്ടത്? സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള വേണം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടികളെ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ എന്താണ് സോഷ്യലായിട്ട് അല്ലെ ഓരോ കാര്യങ്ങൾ വാല്യൂസ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ എക്കണോമിക്, അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഗ്രോത്തും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താണ് ഓരോ കാര്യങ്ങളും. ഇപ്പോ നമുക്ക് എന്താണ് ഇപ്പം പിൻസി പറഞ്ഞതുപോലെ തന്നെ എന്താ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രശസ്തമായിട്ടുള്ള പാഠ്യപദ്ധതികൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ കൂടെ വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള അപ്രോച്ച്, അതായത് ലെക്ചറിലൂടെ വേണം നമ്മളിപ്പോ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെക്ചർ നോട്ടായിട്ട് അല്ലെങ്കിൽ ലെക്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അതിന് പുതിയ പുതിയ മെത്തേഡുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആ മെത്തേഡിലൂടെ വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത്, നമ്പേഴ്സ് ആയാലും ആൽഫബറ്റ് ആയാലും അതുപോലെ തന്നെ കളേഴ്സുകളായാലും നിങ്ങൾ ഓരോരോ മെറ്റീരിയൽസിലൂടെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഓരോ മെത്തേഡുകളിലൂടെ അല്ലെ മെത്തേഡ്സുകളിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ പുതിയ പുതിയ അപ്രോച്ചുകളിലൂടെയും അത് കാണിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ആയിട്ടുള്ള സ്കോപ്പാണ്. അപ്പോ എന്താണ് അതിന്റെ പ്രവർത്തനവും ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനവും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു സയൻസ് അല്ലെങ്കിൽ ഈ സയൻസിന്റെ സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ സയൻസിന്റെ മെത്തേഡിലൂടെ വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാനായിട്ട്. പല പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പല ഓരോ ടീച്ചേഴ്സിനും ഓരോ കഴിവുകൾ ഉണ്ടാവും അല്ലെ. ആ കഴിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ആണ്. ചെറിയൊരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ അത് വായിച്ചപ്പോൾ മനസ്സിലായോ? രീതികൾ അല്ലെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും പറയുന്നത് കേട്ടോ. കുട്ടികളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഉണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ്? കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞോ എക്സാം? നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആയോ? ഇല്ല മിസ്, 1-ാം തീയതിയും കൂടി ഉണ്ട്. ഇന്നും നാളെ ഇനി 1-ാം തീയതിയും കൂടി ഉണ്ട്. മാം 17th ബാച്ചിന്റെ ഡെമോ എന്നായിരിക്കും മാം? പ്രാക്ടിക്കൽ ഡെമോ അതറിയില്ല കേട്ടോ, ഇൻഫോം ചെയ്തിരിക്കും. അവർക്ക് ഓൺലൈനായിട്ട് കൊടുത്തിട്ടില്ല ക്ലാസ്, ചിലപ്പോ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഫോക്കസ് ഓൺ എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? ഓപ്പ് പറഞ്ഞ മാതിരി തന്നെയാണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്തിനൊക്കെ ഫോക്കസ് ചെയ്യണമെന്നാ പറയുന്നത്. കൂടുതലായിട്ട് മാക്രോ ലെവലിലാണ് അതിന്റെ ഗോള്, പ്രിൻസിപ്പിള്, അപ്രോച്ചസ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോസസ്സ്, അതിനെ പറ്റിയുള്ള സ്റ്റഡികള്, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആൻഡ് സക്സസ്ഫുൾ ടീം ബിൽഡിംഗ്. പോയിന്റ് വൈസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്യണമെന്ന്. അതെ,
എന്താണ് ഇപ്പൊ മൈക്രോ ലെവൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മാക്രോ ലെവൽ പറയുന്നുണ്ട് അല്ലെ. മാക്രോ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സ്കൂളാണ്, പ്രിൻസിപ്പിൾ അപ്രോച്ച്, ഓരോരോ മെത്തേഡുകൾ നമ്മള് അപ്രോച്ചസ് എന്നുണ്ടെങ്കിൽ മെത്തേഡുകളിലൂടെ പോവാം. അതുപോലെ തന്നെ പ്രിൻസിപ്പിള്, അതുപോലെ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി എന്താണ് മൈക്രോ ലെവലില് ഇൻസൈഡ് ദ സ്കൂൾ, അതായത് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇപ്പോ എന്താണ് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് നടത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതായിട്ട്, അതാണ് ഇതിൽ വരുന്നത് മൈക്രോ ലെവലിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഉൾപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ മുക്കും മൂലയും നമുക്ക് പറയാം അല്ലെ, ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ, അതിനെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ അവിടെ പറയുന്നുണ്ട് കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ, നിങ്ങൾ ചേർക്കാറില്ലേ അവിടെയൊക്കെ? അതിലൊക്കെ ചേർക്കാറുണ്ടല്ലേ, ഇപ്പൊ ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ ഇപ്പൊ സ്കൂൾ തുറക്കുന്ന ഒരു അവസരമാണ് അല്ലെ. ഇപ്പൊ എന്റെ മോളുടെ സ്കൂളിൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, അപ്പൊ ആൾക്ക് ഡയറി കൊടുക്കും, ID കാർഡ് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ പേര് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഫീസ് നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നത് 1500 രൂപയാണ്. എന്നാ സ്കേറ്റിംഗ് ആണ് ആൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ അതില് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയായിരുന്നു. അപ്പൊ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. അബാക്കസ് ഒക്കെ ഉണ്ടല്ലോ, റോബോട്ടിക്സ്, അബാക്കസ്. അബാക്കസ് ഒക്കെ ഉണ്ട്, കരാട്ട ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്ക് ഇപ്പോ സ്കേറ്റിംഗാണ് താല്പര്യം, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് ആള് ചേർന്നത്, അപ്പൊ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവള്, കുഴപ്പമില്ല. അപ്പൊ അതിലൊക്കെ തന്നെ തുടരട്ടെ. എന്റെ നല്ല രീതിയിൽ ഒരു എക്സ്പേർട്ട് ആവുമല്ലോ നമ്മൾ ഈ വർഷം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ അപ്പോ നമ്മളും എല്ലാവരും അല്ലെ, എല്ലാ മാതാപിതാക്കളും ചേർക്കാറുണ്ടല്ലോ പാരന്റ്സ് ഒക്കെ, കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ചേർക്കാതിരിക്കരുത്. കുട്ടികൾക്ക് ഇതിലാണോ നല്ല രീതിയിലുള്ള കഴിവുകൾ ഉള്ളതെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിൽ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ് അവരുടെ ഒരു എന്താണ് നല്ല രീതിയിലുള്ളൊരു അവർക്ക് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് താല്പര്യം തോന്നും. മറ്റു കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചേർക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഏതിലാണ് കഴിവുകൾ ഉള്ളതെന്ന് നമ്മൾ ആദ്യം അല്ലെ, നമുക്ക് ചിലർക്ക് പഠിക്കാൻ ചിലപ്പോൾ കഴിവുകൾ കുറവുണ്ടായിരിക്കാം, ചിലർ നന്നായിട്ട് പഠിക്കും അല്ലെ. അപ്പൊ ഏതിനാണ് കഴിവുകൾ ഉള്ളത് കൂടുതൽ എന്നുള്ളത് നോക്കി കണ്ടുകൊണ്ട് അവരതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാൻ, ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കാം. ഇത് ബുദ്ധിമുട്ടുണ്ടോ ഈ പാരഗ്രാഫ് വായിച്ച് പഠിക്കാനായിട്ട്? ക്ലിയർ ആണോ? ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി സെമിനാർ ആർക്കൊക്കെയാണ്? പോലെ തന്നെ ശ്രുതി ഉണ്ട് അല്ലെ. ഓക്കെ, ആരാദ്യം എടുക്കുന്നത്? ദിവ്യാണോ ശ്രുതിയാണോ? സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്യാനാണ്. ബാക്കി ദിവ്യ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ ഇന്നിവിടെ ടീച്ചേഴ്സ് ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്. ടീച്ചേഴ്സ് ബിഹേവിയർ ക്ലാസ് റൂം പഠനത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നത്. കുട്ടികളുടെ പഠന മികവിനെയും വ്യക്തിത്വ വികസനത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് അധ്യാപകരുടെ പെരുമാറ്റം. ഒരു അധ്യാപകന്റെ വാക്കുകളും പ്രവൃത്തികളും മനോഭാവങ്ങളും ക്ലാസ് റൂമിലെ അന്തരീക്ഷം നിർണ്ണയിക്കുന്നു. അധ്യാപകർ പൊതുവെ 3 രീതിയിലാണ് ക്ലാസ്സുകളിൽ പെരുമാറുന്നത്: ഡെമോക്രാറ്റിക്, അതോറിറ്റേറിയൻ, ലേസസ് ഫെയർ. അതിൽ ഡെമോക്രാറ്റിക് ശൈലി വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്നു, സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപെടുന്നു. ഇതാണ് മികച്ച ശൈലി. 2. അതോറിറ്റേറിയൻ ശൈലി. അമിത ശാസനയും കർശനമായ നിയമങ്ങളും നടപ്പിലാക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറവായിരിക്കും ഈ രീതിയിൽ. 3. ലൈസേ ഫെയർ ശൈലി. കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും അധ്യാപകൻ കാര്യമായി ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണിത്.
മികച്ച അധ്യാപകന് വേണ്ട ഗുണങ്ങൾ വ്യക്തത, വൈവിധ്യം, തുല്യത, പ്രോത്സാഹനം, ക്ഷമയും സഹാനുഭൂതിയുമാണ്. ഇതിന്റെ കൺക്ലൂഷൻ: ഒരു നല്ല അധ്യാപകൻ കേവലം അറിവ് പകർന്നു നൽകുന്നയാൾ മാത്രമല്ല, മറിച്ച് കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. അധ്യാപകന്റെ പോസിറ്റീവായ പെരുമാറ്റമാണ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നത്. താങ്ക് യു മാം. ഇതാ കുറച്ച് സ്പീഡ് കൂടിയ പോലെ, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ. അന്ന് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞായിരുന്നു മിസ്. എനിക്ക് MT15 ഇതായത് കാരണം കൊണ്ട് 2 മിനിറ്റും കൊണ്ട് തീർക്കാൻ പാകത്തിന് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. പേജ് നമ്പർ ഏതാ? എന്റേതാണോ? ഇപ്പൊ എടുത്ത ടോപ്പിക്കിന്റെ പേജ് നമ്പർ. പേജ് നമ്പർ ഇല്ല. മറ്റേ എനിക്ക് വൈവയുടെ ഭാഗമായിട്ട് ഒരു സെമിനാർ എടുക്കാനായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും ടോപ്പിക് തന്നതല്ല, ജിഷ മിസ് കുറെ ടോപ്പിക് ഇട്ടതിൽ ഒരു ടോപ്പിക് എടുത്ത് ചെറുതായിട്ട് ചെയ്തോളാൻ പറഞ്ഞതായിരുന്നു, വൈവയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ. ടോപ്പിക്കിന്റെ പേര് മാത്രം ഒന്ന് പറയോ, ഒന്നുകൂടി നോട്ട് ചെയ്യുന്നത്. ടീച്ചർ എന്തായിരുന്നു? ബിഹേവിയർ. ഒന്നും കൂടി ടീച്ചേഴ്സ്. എടുക്കണം. സ്ലോ ആയിട്ട് ഒന്നുകൂടി ചെയ്യണോ? വേണ്ട. ഒന്നും കൂടെ എടുക്കണോ സെമിനാർ? മനസ്സിലായി, കുറച്ച് സ്പീഡായിരുന്നു മാത്രം. നബിയ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്താണെന്നുള്ളത്. സ്പീഡ് കുറച്ച്. ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോട് പെരുമാറുന്ന രീതികളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതില് ഒരു രീതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകി അവരോട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപെടുന്ന രീതിയാണ് ആദ്യം പറഞ്ഞ ഡെമോക്രാറ്റിക് രീതി എന്നുള്ളത്. 2, അതോറിറ്റേറിയൻ രീതിയുണ്ട്. അതിൽ അമിതമായ ശാസനയും കർശനമായ നിയമങ്ങളും വെച്ചിട്ടായിരിക്കും അധ്യാപകർ കുട്ടികളോട് പെരുമാറുന്നത്. 3ാമത്തെ രീതി എന്ന് പറയുന്നതിൽ ലൈസെ ഫെയർ ശൈലി. അത് കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് അവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതെ അവർക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് ലൈസസ് ഫെയർ രീതി എന്ന് പറയുന്നത്. എന്താടാ മനസ്സിലായില്ല, സ്പെല്ലിംഗ് മനസ്സിലായില്ല. തേർഡ് മെത്തേഡ് എന്താ? ലൈസെ ഫെയർ, LAISSEZ. LAISSEZ. ലൈസസ് ഫെയർ. FAIR. മതിയോ മിസ്സേ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡെമോക്രാറ്റിക് എന്തായിരുന്നു മെത്തേഡ്? അത് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകി അവരോട് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപെടുന്ന രീതി. ഓക്കെ. ലാസ്റ്റത്തെ മെത്തേഡ് എന്താ? ലൈസസ് ഫെയറിന്റെ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും അധ്യാപകൻ കാര്യമായി ഇടപെടാതെ ഇരിക്കുന്ന രീതി. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അതിന് ഉദാഹരണമായിട്ട് പറയാൻ വേണമെങ്കിൽ
മൂന്ന് മെത്തേഡ് അല്ലേ? മൂന്നെണ്ണല്ലേ ഉള്ളൂ? അതെ, ഡെമോക്രാറ്റിക്, അതോറിറ്റേറിയൻ, ലേസസ് ഫെയർ. ഓക്കെ. ഓക്കെ ആണമ്മ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മീഡിയ ക്ലാസ് എടുത്തത് ഒരു കുട്ടി ഇവിടെ പറയാം എന്താണെന്ന് മനസ്സിലായത്. ആരെങ്കിലും ഒരാള്. നമ്മുടെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡെമോൺസ്ട്രേറ്റിംഗ് മെത്തേഡ്, പിന്നെ രണ്ടാമത്തെ മെത്തേഡിന്റെ പേരൊന്ന് പറയാം നബിയ? ഡെമോൺസ്ട്രേഷൻ, ഡെമോക്രാറ്റിക്, അതോറിറ്റേറിയൻ, ലേസസ് ഫെയർ. സോറി, ഞാൻ പുറത്തായോണ്ടേ കേട്ടത് വെച്ച് അങ്ങനെ പറഞ്ഞതാട്ടാ. ലാസ്റ്റ് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്നുവെച്ചാൽ കുട്ടികൾക്ക്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ലേസേഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടികളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ കുട്ടികൾ ഓറിയന്റഡ് ആയിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. അതായത് ടീച്ചർ നോക്കുന്നുണ്ടെങ്കിലും കൂടുതലും കുട്ടികളെ ഇഷ്ടപ്രകാരമാണ് അവർ ചെയ്യുന്നത്. അത് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ കണക്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണോ? 2 അതോറിറ്റേറിയൻ കൂടി ഉണ്ടായിരുന്നു. എന്താ പറയാ, ഞാൻ മനസ്സിലായില്ല. അമിത ശാസ്ത്രവും കർശന നിയമങ്ങളും നടപ്പിലാക്കുന്ന രീതി. മിസ്സേ മനസ്സിലായി. ഞാനേ ലാസ്റ്റ് ടൈമിലൊക്കെ കേറിയിട്ടാ കേട്ടതേ. ഞാൻ ഇടയ്ക്ക് കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായി, കേട്ടത് മാത്രം പറഞ്ഞതാണ്. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ 3 കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പറയട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടോ. ടീച്ചിങ് മെത്തേഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ഡെമോക്രാറ്റിക് മെത്തേഡ്, അതോറിറ്റേറിയൻ മെത്തേഡ്, ലേസസ് ഫെയർ മെത്തേഡ്. ഡെമോക്രാറ്റിക് മെത്തേഡ് കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ടീച്ചർ ഇടപെടുന്ന രീതി, അത് ഡെമോക്രാറ്റിക് മെത്തേഡ്. അതോറിറ്റേറിയൻ മെത്തേഡിൽ അമിത ശാസനയും കർശനങ്ങളും നടപ്പിലാക്കി കുട്ടികൾക്ക് വോയിസ് ഇല്ലാതെ ടീച്ചറുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്തിട്ടുള്ള അതോറിറ്റേറിയൻ മെത്തേഡ്. തേർഡ് വൺ ലേസസ് ഫെയർ മെത്തേഡ്, കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അധ്യാപകർ അധികം ഇടപെടാതെ പഠിപ്പിക്കുന്ന രീതി. 3 മെത്തേഡ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാനാണല്ലേ നബിയക്ക് വൈവ് എടുത്തത്. അതെ, റെക്കോർഡും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ സജഷൻസിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. മിസ് ഇന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ഇട്ട് കൊടുത്തത്. ചോദിച്ചോളാം. അസൈൻമെന്റ് സർവേ റിപ്പോർട്ടിന്റെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അതിന്റെ മാർക്ക് ഇടാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇട്ടിട്ടുണ്ടല്ലോ. നീ ശ്രുതി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ദ മെയിൻ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ടീച്ചറെ, ഞാൻ വീട്ടിലല്ല. വിദ്യാഭ്യാസമാനിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെ? അത് 8 പോയിന്റുകളുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ എക്സിക്യൂഷൻ, ഡയറക്ഷൻ, സൂപ്പർവിഷൻ, അഡ്വാൻസ്, സ്റ്റിമുലേഷൻ, എക്സ്പ്ലറേഷൻ, ലീഡിങ്, അസിസ്റ്റൻസ്. ഇത്രയും 3 പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ നടപ്പാക്കൽ, അതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലെ ലക്ഷ്യം നേടാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും കണ്ടെത്തി ക്രമീകരിച്ച് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ ഉപയോഗിക്കുന്ന 3-4 മെറ്റീരിയലുകൾ ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ മെറ്റീരിയൽ റിസോഴ്സ്, നോൺ മെറ്റീരിയൽ റിസോഴ്സ്,
പിന്നെ സ്റ്റേക്ക് ഹോൾഡർ, നാലാമത്തെ അബ്സൂറൻസ് റിസോഴ്സസ്. മെറ്റീരിയൽ റിസോഴ്സ് എന്ന് വെച്ചാൽ കെട്ടിടം, ഫർണിച്ചർ, ലൈബ്രറി, ലബോറട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ റിസോഴ്സ് എന്ന് പറയുന്നത്. നോൺ മെറ്റീരിയൽ റിസോഴ്സ് എന്ന് വെച്ചാൽ അധ്യാപകൻ, സ്റ്റാഫ് പോലെയുള്ള ആളുകൾ. സ്റ്റോക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ പങ്കാളികൾ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. എക്സ്പ്ലോറേഷൻ റിസോഴ്സ് എന്ന് വെച്ചാല് പിന്നെ വിഷൻ, മിഷൻ, സ്റ്റേറ്റ്മെന്റ്, ആശയം, മൂലകങ്ങൾ എന്നിവയാണ് എക്സിക്യൂഷൻ വിഭാഗത്തിൽ പെടുന്നത്. അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ബോഡി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്നു, അവ എവിടെ നിന്ന് ലഭിക്കുമെന്ന് കണ്ടെത്തുന്നു, അത് ക്രമീകരിച്ച് ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം പറഞ്ഞാല് ഒരു സ്കൂളിൽ പുതിയ സയൻസ് ലാബ് നടത്താൻ തീരുമാനിച്ചു. അതിന് എവിടുന്നൊക്കെ പണം നമ്മൾ ആദ്യം കണ്ടെത്തണം, ഉപകരണങ്ങൾ വാങ്ങണം, അധ്യാപകരെ നിയമിക്കണം, ലാബ് സെറ്റ് ചെയ്യണം. ഇതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് വെച്ചാല് ദിശാബോധം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനും മാർഗം കാണിച്ചു കൊടുക്കാനും കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഒരു കപ്പലിന് കോമ്പസ് പോലെയാണ്. ഉദാഹരണം പറഞ്ഞാല് ഒരു സ്കൂളിന്റെ മിഷൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ ദൈനംദിന മൂല്യങ്ങളോട് മികച്ച പൗരന്മാരാക്കുക എന്ന് വെച്ചാൽ പാഠ്യപദ്ധതി മൂലധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾപ്പെടുത്തുന്നു. അധ്യാപകരോട് ക്ലാസ്സിൽ അത് പാലിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യത്തിലേക്ക് വിന്യസിക്കുന്നു. എന്ന് വെച്ചാല് ഏതൊരു നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ മേൽനോട്ടം. പ്ലാനുകളും നിർദ്ദേശങ്ങളും ഫീൽഡിൽ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ പുതിയൊരു പഠന രീതി നടക്കാൻ തീരുമാനിച്ചാൽ അധ്യാപകൻ ആ ക്ലാസ്സിൽ ആ രീതി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ക്ലാസ്സിൽ കയറി കുട്ടികളോട് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം. എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് അത് കണ്ടെത്തി അതിനെ സഹായിക്കുകയും വേണം. ഇതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അടുത്തത് അഡ്വൈസ് എന്ന് വെച്ചാൽ ഉപദേശം. ജോലി ചെയ്യുന്ന രീതികൾ വിശകലനം ചെയ്ത് ഏത് രീതിയാണ് നല്ലതെന്ന് നിർദ്ദേശം കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാല് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ അത് ക്ലാസ് മികച്ച രീതിയിൽ ഏത് രീതിയിൽ എടുക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കുക. ഏത് രീതിയിൽ എടുത്താൽ അത് കുട്ടികൾക്ക് മനസ്സിലാക്കും എന്ന രീതി ഉപദേശിച്ചു കൊടുക്കുക. ഇതിനെയാണ് അഡ്വൈസിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റിമുലേഷൻ, ഉത്തേജനം. അധ്യാപകരുടെയും സ്റ്റാഫിന്റെയും ജോലി കാര്യക്ഷമത വർദ്ധിക്കാൻ പ്രചോദനവും നൽകുന്നു. നല്ല പ്രവർത്തനങ്ങൾ പ്രോത്സാഹിക്കുക, പരിശീലന അവസരങ്ങൾ ഒരുക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുവാണെങ്കിൽ എൻ്റെ രീതികൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി, ഏത് രീതിയിൽ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാകും എന്ന രീതിയിൽ പറയുന്നതാണ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി എക്സ്പ്ലോറേഷൻ, അന്വേഷണം. എന്താണ് അന്വേഷണം? പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ, ആശയങ്ങൾ എന്നിവ കണ്ടെത്തി പഠന അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. പുതിയ അധ്യാപന രീതികളും ടൂളുകളും ടെക്നോളജികളും എന്നിവ അന്വേഷിച്ച് ആ രീതിയിൽ കുട്ടികൾക്ക് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എങ്ങനാണെന്ന് വെച്ചാല് ഒരു ഉദാഹരണം പറഞ്ഞാല്
ഒരു സ്കൂളിലെ കുട്ടികൾക്ക് സയൻസ് ക്ലാസ് ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഡിജിറ്റൽ ലാബ് അല്ലെങ്കിൽ പ്രോജക്റ്റ് രീതികൾ, സ്മാർട്ട് ക്ലാസ്സുകൾ എന്നിവ നടപ്പിലാക്കിയാൽ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. അങ്ങനെയെങ്കിൽ പഠനം കൂടുതൽ രസകരമാക്കാനും കഴിയുന്ന വഴികളാണ് ഈ എക്സ്പ്ലറേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി പറയുന്ന ലീഡിങ്, നേതൃത്വം. വെറുതെ പറയുകയല്ല ചെയ്യേണ്ടത്, വെറുതെ നിർദ്ദേശം കൊടുക്കാതെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കണം. എങ്ങനെ? ലീഡേഴ്സിന്റെ പ്രോഗ്രാം സംഘടിപ്പിക്കണം, സ്വയം മാതൃക കാണിച്ച് ടീമിനെ ഒരുമിച്ച് നയിക്കണം. ഉദാഹരണം പറഞ്ഞാല് ഒരു സ്കൂളില് ഒരു പുതിയ പഠന രീതി നടപ്പിലാക്കണമെങ്കിൽ പ്രിൻസിപ്പൽ ആ രീതി ആദ്യം പരിശീലിച്ചിട്ട് വേണം മറ്റ് ടീച്ചർമാർക്ക് അത് കാണിച്ചു കൊടുക്കാൻ, ഈ രീതി ചെയ്താൽ മതിയെന്ന്. അതിനെയാണ് ലീഡിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ സഹായം. എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് സ്വീകരിച്ച് അതിന്റെ ലക്ഷ്യത്തിൽ നേടാൻ ആവശ്യമായ പിന്തുണ നൽകുക. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഫീഡ്ബാക്ക് കേൾക്കുകയും എവിടെയാണ് പ്രശ്നമെന്ന് അത് പഠിച്ചിട്ട് അവിടെ എന്ത് നൽകണം? പരിശീലനം നൽകണം, റിസേർച്ച് നൽകണം, സമയം നൽകണം. ഇതൊക്കെ കൊടുത്താലേ അവിടെ നമുക്കത് കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ആ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് കേൾക്കുകയും വേണം. ഒരു സ്കൂളിൽ ഒരു അധ്യാപകന് പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അവിടെ ട്രെയിനിങ് കൊടുക്കണം. എന്നാലേ അത് ഒരു ഒരു ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്തതായി പറയാൻ പോകുന്നത് ദി സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, വിദ്യാഭ്യാസ ഭരണത്തിന്റെ വ്യാപ്തികൾ. ഈ വിദ്യാഭ്യാസ മാനേജ്മെന്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഈ 8 പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ദി സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ഭരണത്തിന്റെ വ്യാപ്തി. മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്ലാനിങ്, ബഡ്ജറ്റിങ്, ഓർഗനൈസിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ലക്ഷ്യം നേടാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ് ആസൂത്രണം എന്ന് പറയുന്നത്. പ്ലാനിങ് എപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ ലക്ഷ്യത്തിൽ നേടാൻ മുൻകൂട്ടി തയ്യാറാക്കുന്ന ചിട്ടയായ ഒരു പ്ലാനാണ് ആസൂത്രണം. ഈ പ്ലാനിങ്ങിലെ പ്രധാന ഫലങ്ങളുണ്ട്. റിക്കഗ്നിഷൻ ഓഫ് ഗോൾ എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങളുടെ അംഗീകാരം, സ്ഥാപനം എവിടെ എത്തിച്ചേരണമെന്ന് വ്യക്തമാക്കുന്നു. ഒപ്റ്റിക്കൽ യൂസ് ഓഫ് റിസോഴ്സ്, വിഭവങ്ങളുടെ മികച്ച ഉപയോഗം, പണം, സമയം, അധ്യാപകർ, ഉപകരണങ്ങൾ എന്നിവ പാഴാക്കാതെ ഉപയോഗിക്കുക. അഡ്വാൻസ് ഓഫ് വേസ്റ്റ് ഇൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫോർട്ട് ആൻഡ് അൺഹെൽത്തി പ്രാക്ടീസ്, പാഴാക്കൽ ഒഴിവാക്കുക, ഒരേ ജോലി 2 തവണ ചെയ്യാതിരിക്കുക, അനാവശ്യമായ ചെലവുകൾ എന്നിവ തടയുക. ഓർഡിനറി എക്സിക്യൂഷൻ ഓഫ് പ്ലാൻ, ക്രമമായി നടപ്പാക്കൽ, പ്ലാനുകൾ കുഴപ്പമില്ലാതെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. അടുത്തതായി വിദ്യാഭ്യാസ ആസൂത്രണം 4 തലങ്ങളിൽ നടക്കുന്നുണ്ട്. സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ലോക്കൽ ലെവൽ, സ്കൂൾ ലെവൽ. കേന്ദ്ര ലെവൽ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം പോലെയുള്ളവയാണ്. സംസ്ഥാന സ്ഥലം എന്ന് പറയുന്നത് സംസ്ഥാന സ്കൂളുകൾക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ. പ്രാദേശിക തലം, ജില്ലാ ബ്ലോക്ക് തലത്തിലുള്ള പ്ലാനിങ്ങുകളുണ്ട്. സ്കൂൾ തലം, ഓരോ സ്കൂളിലും വാർഷിക പ്ലാനും അക്കാദമിക് കലണ്ടറും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ ചെയ്യണം? പരീക്ഷ നിശ്ചയം, പരീക്ഷ ഏത് സമയത്ത് നടത്തണമെന്നും ടൈം ടേബിൾ ഉണ്ടാക്കണമെന്നും ഇതെല്ലാം നമ്മൾ ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പേ അതെല്ലാം പ്ലാനിന്റെ ഓരോ ഭാഗങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞ പ്ലാൻ ഇല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ലക്ഷ്യത്തിൽ എത്തത്തില്ല.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തതായി ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വിദ്യാഭ്യാസ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സാമ്പത്തികമായി നടന്നുകൊണ്ട് പോകാൻ വരവും ചെലവും മുൻകൂട്ടി കണക്കാക്കി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു ലാഭകരമായ സംഘടനയ്ക്ക് നല്ല ഭരണ നിർവഹണത്തിന് ബഡ്ജറ്റ് ഒഴിച്ചുകൂടാത്തതാണ് എന്ന് പറയുന്നു. എങ്ങനെ എത്ര പണം വരുന്നു, എവിടെ എത്ര ചെലവാക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എവിടെ പോകുന്നു പണം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ വരവും ചെലവും മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങൾക്ക് സ്കോപ്പുകൾക്ക് ഉൾപ്പെടുത്തുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ പെട്ടെന്നൊരു ലൈബ്രറിയിലെ ഒരു ഉപകരണം റിപ്പയർ ആയാൽ അതിനുള്ള പണം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതാണ് ബഡ്ജറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം എടുക്കാം. ഒരു സ്കൂൾ ഇപ്പം തുടങ്ങാൻ പോവാ. അപ്പൊ എന്തൊക്കെ? സ്കൂളിന്റെ ഫീസ് 10 ലക്ഷം രൂപ എടുക്കാം, അധ്യാപകരുടെ ഫീസ് 6 ലക്ഷം എടുക്കാം, പുസ്തകങ്ങൾക്ക് 1 ലക്ഷം രൂപ, മെയിൻ്റെനൻസിന് 1 ലക്ഷം രൂപ എന്നിവ പ്ലാൻ ചെയ്യുക. എന്നിട്ട് ബാക്കി ഈ വരുന്നത് 2 ലക്ഷം രൂപ അടിയന്തര ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുക. ബഡ്ജറ്റ് എന്നാൽ പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് മുൻകൂട്ടി ഉത്തരം കണ്ടെത്തുന്നതാണ്. ഇടയ്ക്ക് കേട്ടില്ല പറഞ്ഞത്. എവിടാണ് കേൾക്കാത്തത്? ഇല്ല, എല്ലാം കേക്കാലോ പറയുന്നേ. അതെ മാം, എല്ലാം കേൾക്കായിരുന്നു. ശ്രുതി കണ്ടിന്യൂ ചെയ്തോ, എല്ലാം കേക്കാം. ഒരു സ്കൂൾ വർഷ ആരംഭത്തിൽ തീരുമാനിക്കുന്നത്. ഒരു സ്കൂൾ നമ്മളിപ്പോ ഇടയ്ക്ക് തുടങ്ങാൻ കേൾക്കാൻ പറ്റില്ല. ഒരു സ്കൂള് തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് ഫീസ് ഇത്ര രൂപ നമുക്ക് വരും, 10 ലക്ഷം രൂപ നമുക്ക് ഫീസ് വരും. അധ്യാപകരുടെ ശമ്പളം 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അധ്യാപകർക്ക്, 1 ലക്ഷം രൂപ പുസ്തകങ്ങൾക്ക്, മെയിൻ്റെനൻസിന് 1 ലക്ഷം രൂപ എന്നിങ്ങനെ ചെലവാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുക. ബാക്കി 2 ലക്ഷം ഉണ്ട്, അടിയന്തര ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കുക. ബഡ്ജറ്റ് എന്നാല് പണം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നത് മുൻകൂട്ടി ഉത്തരം കണ്ടെത്തുന്നതാണ്. ഇതില്ലെങ്കിൽ ഒരു സ്ഥാപനം മുന്നോട്ട് പോകത്തില്ല, അത് തകർന്നു പോവുകയുള്ളൂ. അതാണ് ബഡ്ജറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് സംഘടന. ലക്ഷ്യം നേടാൻ വേണ്ടി വിഭവങ്ങളെ ചിട്ടയായി ക്രമീകരിക്കുന്ന, ജോലികൾ വിഭജിച്ച് നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംഘടന. അതിനകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്: മെറ്റീരിയൽ സോഴ്സും ഹ്യൂമൻ റിസോഴ്സും. മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെ ഘടകങ്ങൾ വരുന്നുണ്ട്? കെട്ടിടം വരുന്നുണ്ട്, ഫർണിച്ചർ, ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ പോലെയുള്ള സൗകര്യങ്ങൾ സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ഒരു പഠനം നടക്കത്തില്ല. അടുത്തത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ ഘടകങ്ങളുണ്ട്? അധ്യാപകർ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ എന്നിവയുടെ കഴിവും അഭിരുചിയും മനസ്സിലാക്കി അവരെ പഠന അധ്യാപന പരിസ്ഥിതി ശരിയായി ഉപയോഗിക്കപ്പെടുത്തും. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും 3 കാര്യങ്ങളാണ് പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഓർഗനൈസിങ്. ഇതാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫീച്ചർ എലമെന്റ് എന്തൊക്കെയാണ്. അതിനകത്ത് വരുന്ന 8 കാരണങ്ങളുണ്ട്, അതൊക്കെ പറയാൻ പോവാണ്. ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് പാഠ്യപദ്ധതികൾ തയ്യാറാക്കണം. ഓരോ ക്ലാസ്സിലും പല പല കുട്ടികളല്ലേ, അപ്പൊ അവർക്കുള്ള കഴിവിനനുസരിച്ച് വേണം പാഠ്യപദ്ധതി തയ്യാറാക്കാൻ. ടൈം ടേബിൾ തയ്യാറാക്കാൻ, പിന്നെ സഖ്യപാഠ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ജോലി സംഘടിപ്പിക്കുകയും വിതരണം ചെയ്യുകയും, ഇൻസ്ട്രക്ഷൻ സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, പരീക്ഷ നടപ്പിലാക്കുക, ക്യാമ്പസിലെ ഗൈഡൻസ് കൗൺസിലിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുക, കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു സ്കൂളോ കോളേജോ സുഗമമായി നടക്കാൻ വേണ്ട പ്ലാനിങ്ങും പണം കൈകാര്യം ചെയ്യലും
ജോലി വിഭജനം, പാഠ്യസഖ്യ പാഠ പ്രവർത്തനം എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇതിനെയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫ്യൂച്ചർ എലമെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയാൻ പോകുന്നത് കൺക്ലൂഷൻ ആണ്. ഓക്സിലറി സർവീസ് എന്ന് വെച്ചാൽ അനുബന്ധ സേവനങ്ങൾ. വിദ്യാഭ്യാസ ഭരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അധിക സേവനങ്ങൾ എന്തൊക്കെയാണ്? മിഡ് ഡേ മീൽ എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം, സ്കൂൾ യൂണിഫോം, പുസ്തകങ്ങൾ, മെഡിക്കൽ ചെക്കപ്പ്, ഇവയൊക്കെ നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സ്കൂളിൽ എന്നും ആ കുഞ്ഞുങ്ങൾ വരണം, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പഠന സഹായികൾ ചെയ്തു കൊടുത്താൽ എന്നും നമ്മുടെ സ്കൂളിൽ ഒരു മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുമല്ലോ. വിദ്യാഭ്യാസ ഭരണ നിർവഹണത്തിന് വളരെ വിശാലമായ പ്രവർത്തനങ്ങൾ മേഖലകളുണ്ട്. എന്ന് വെച്ചാൽ പ്ലാനിംഗ് പോലുള്ള ബഡ്ജറ്റ് വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ ഭരണം എന്നത് ചെറിയൊരു ഓഫീസ് ജോലിയല്ല. എന്ന് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. അവർക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ചിട്ടകളും നടത്തുന്ന പ്രക്രിയയാണ് ഈ ദ മെയിൻ ഓഫ് ഫങ്ഷൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു മിസ്. എങ്ങനെയുണ്ടായിരുന്നു ശ്രുതിയുടെ സെമിനാർ? നന്നായിരുന്നു. ഇംപ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇല്ലേ? ഒരു ക്ലാപ്പ് കൊടുത്തേ ശ്രുതിക്ക്. എല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആരാണ്? എന്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ മുന്നോട്ട് പോയി ശ്രുതിയെ കൊണ്ട് പറ്റും, ശ്രുതി ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് 2 ആഴ്ച എനിക്ക് ഉറക്കമില്ലായിരുന്നു. എനിക്ക് ടെൻഷൻ ഇപ്പോ കോഴ്സ് കഴിഞ്ഞു, ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, എങ്ങനെ നമ്മൾ 4 ആളുടെ മുമ്പിൽ ക്ലാസ് എടുക്കും? ഈ ടെൻഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് നിങ്ങള് എന്താ പറയാ, ആദ്യം മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കഴിയാൻ പോണ ബാച്ച് ആണല്ലേ? 17th ബാച്ച് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ശ്രുതി ഏതാ? 16 ആവില്ല, 16 ആണോ? 17 ബാച്ച് ആണ്. അപ്പൊ എല്ലാവരും ശ്രുതി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഇതാണ് അല്ലെ? ഭയങ്കര പേടിയാണ് ആ കുട്ടിക്ക്. അന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ശ്രുതിക്ക് ഭയങ്കര പേടിയാണ്, ടെൻഷൻ ഉണ്ടെന്നൊക്കെ. നമ്മൾ എങ്ങനെയാ ടെൻഷൻ മാറ്റാം? എങ്ങനെ മാറ്റണം ടെൻഷൻ? ആരെങ്കിലും ഒരാള് പറയും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ലേ, പക്ഷെ എനിക്ക് ഇപ്പൊ +2 ആയാലും ഡിഗ്രി ആയാലും PGക്ക് ഒക്കെ പഠിപ്പിക്കും, നമ്മൾ സെമിനാർ എടുക്കാൻ പറയുമ്പോ ഭയങ്കര പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ BEdന് പോയപ്പോ അത് നന്നായിട്ട് മാറി. കാരണം എന്താ, അവിടെ നിർബന്ധമായിട്ട് നമ്മൾ പ്രയത്നിച്ചില്ല. അതുപോലെ തന്നെ സൈൻ ഔട്ട് കാര്യങ്ങള്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാംസിലൊക്കെ നിർബന്ധമായിട്ട് 3 പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കണം. അപ്പൊ നമുക്ക് എന്താ, സ്റ്റേജ് ഫിയർ മാറും ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം, നമുക്കറിയാം ഓൺലൈൻ കുറെ നമുക്ക് എന്താ പറയാ ഒരു ഇതുണ്ട്. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഇത്രയും കൂടി ഒരു ബെറ്റർ ആക്കായിരുന്നു അല്ലെ? ഓൺലൈൻ ആയതുകൊണ്ട് കുറെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ അതിലിരുന്നുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. 1 year ആണ് നിങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ അത് എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? പ്രയോജനപ്പെടുത്തണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങളില് എന്തുണ്ടാവുള്ളൂ? ഇംപ്രൂവ്മെന്റും സ്റ്റേജ് ഫിയർ ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് 4 ആളോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയായിരിക്കും അല്ലേ? കോൺഫിഡൻസ് കിട്ടും, കോൺഫിഡൻസ് കിട്ടുള്ളൂ ഇല്ലേ? ആണോ? പേടിയും കാര്യങ്ങളും ചിലപ്പോ എന്നോട് രണ്ടാമത് ക്ലാസ് എടുക്കാൻ പറയുമ്പോ ചിലപ്പോ ദേഷ്യം തോന്നിയിട്ടുണ്ടാവാൻ ശ്രദ്ധിക്കും. ഓ, ആ ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ ഇല്ലേ? തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴൊക്കെ തോന്നി ഇല്ല, ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എന്റെ ഉള്ളിലുണ്ട്. അത് വീണ്ടും ഞാൻ 2 ആഴ്ച കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് അത് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇന്ന് ഒരു 11:30 വരെ ഞാൻ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അപ്പൊ എന്താണ്, ആ കുട്ടി ഇംപ്രൂവ് ആയല്ലേ? അപ്പൊ
അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ എന്തിപ്പോ വിഷുവിന്റെ പ്രോഗ്രാം ചെയ്യാറുണ്ട്, അതുപോലത്തെ ഓണത്തിന്, ഈദിന്, അല്ലെ ഓരോരോ എന്തെങ്കിലും ഒരു നമുക്കിപ്പോ പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ചെയ്യുന്നവര് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാറ്, ബാക്കിയുള്ളവർ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോ നമ്മളത് പ്രയോജനപ്പെടുത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നാലാളുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പൊ ശ്രുതിനെ തന്നെ ഞാൻ പറയാം, പിന്നെ ഒരു ഇത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ശ്രുതി പോയിട്ട് എന്താണ് ഒരു ജോലി കിട്ടിയ കുട്ടിക്ക്, ഇപ്പൊ പ്രിൻസിപ്പൾ അപ്പൊ പറയണേണ് ഞങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുത്ത് കാണിക്കും. ശ്രുതി എന്ത് ചെയ്യും, ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ, കുട്ടിക്ക് ഭയങ്കര പേടിയായിരിക്കുമല്ലോ, എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇറങ്ങിപ്പോയി ഇല്ലേ. അങ്ങനെ ഇരിക്കല്ലേ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മാറി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കാതിരിക്കരുത്. ഞാൻ ഓരോ ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. 16th ബാച്ച് ആയത് കൊണ്ടല്ല, അവരെ പൊക്കി പറയുന്നത് കൊണ്ടല്ല, ഞാൻ ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. ആ ആക്ടിവിറ്റിയിൽ ചിലപ്പോൾ അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക അല്ലെങ്കിൽ പറയിപ്പിക്കാറുണ്ട് ഇല്ലേ. പറയുന്നവര് സ്ഥിരമായിട്ട് പറയുന്നവരുണ്ടാവാം, പക്ഷെ എന്താണ് അവരിങ്ങനെ പറഞ്ഞ് അവർക്ക് പേടി മാറും. ഇപ്പൊ തെറ്റാണെങ്കിലും നിങ്ങൾ 4 അക്ഷരം പറയാം. ഓക്കെ, അപ്പൊ ഓരോ ഞാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ MD 15th ബാച്ചില് ബിൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. അവർക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ സെമിനാർ എടുക്കാൻ പറയുമ്പോഴാണെങ്കിലും എടുക്കുന്നതിന് അയ്യോ എനിക്ക് തെറ്റാണോ ഞാൻ പറയുന്നത്, ഒരു സ്റ്റേജ് ഫിയർ ആയിരുന്നു എപ്പോഴും. ഇപ്പൊ നമ്മുടെ സൈനിങ് ആണെങ്കിലും പ്രയർ ആണെങ്കിലും ചെയ്യാൻ പറയുമ്പോ അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അയ്യോ എനിക്ക് പേടിയാ, ഭയങ്കര ടെൻഷൻ ആവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും കൂടി മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ സെമിനാർ എടുക്കുമ്പോഴാണെങ്കിലും നന്നായിട്ട് വന്നു. ഇപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർനാഷണൽ സ്കൂളിലാണ് പ്ലേസ്മെന്റ് കിട്ടിയേക്കണത്. 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യാൻ പോവാണ് മിസ്സേ. അപ്പൊ അത് വളരെ സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. മിസ്സേ, നമ്മുടെ ഈ PG ക്ലാസ്സിലുണ്ട് ബിൻസി, മിസ്സിനെ അറിയാം. അവള് സംസാരിക്കുമ്പോൾ വളരെ വിക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു എനിക്കിത് കിട്ടില്ലായിരിക്കും, കാരണം അവിടെ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നവരാണ് അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കിട്ടും, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഇന്നലെ ഞങ്ങൾക്ക് ആ ഹാപ്പി ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കൊട്ടാരക്കരയിലാണ് അവളുടെ വീട്. അവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളിലാണ് അവൾക്ക് കിട്ടിയേക്കുന്നത്. അല്ലെ കണ്ടോ. അപ്പൊ ശ്രുതിനെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും. ആ കുട്ടി നന്നായിട്ട് ക്ലാസ് എടുക്കും ഇല്ലേ. ചിലപ്പോ എന്നോട് ഉള്ളിൽ ഒരു ഇത് തോന്നിയേക്കാം, പക്ഷെ എന്താണ് ഞാനും കൂടെ അല്ല, അങ്ങനെ ആവുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. എന്താ പറയാ, അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് 4 ആളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയത് അല്ലെ ഇല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് ഇപ്പോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് 4 ആളുടെ മുമ്പിൽ ചാടി കയറി ഞാൻ പാട്ട് പാടാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രേംസോ അല്ലെങ്കിൽ ഞാൻ സ്റ്റോറി പറയാം എന്നൊക്കെ പറയാനായിട്ടുള്ള ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. സ്റ്റേജ് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ്, ഒരു ഇതാണെന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുന്നത്. തെറ്റായിക്കോട്ടെ, തെറ്റാലും ഒരു കുഴപ്പമില്ല. ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ ഒരു ടോപ്പിക് കൊടുത്താൽ ഞാൻ തെറ്റിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ സ്റ്റേജ് ഫിയർ മാറുമല്ലോ. ഓക്കെ, ഇപ്പൊ ജയശ്രീയൊക്കെ സംസാരിക്കുന്നത് കണ്ടോ, ആ കുട്ടി ക്യാമറ ഓൺ ചെയ്തിരിക്കും അല്ലെ. ആ കുട്ടിക്ക് ഒരു പേടിയുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല. ചിലപ്പോ ആ കുട്ടി സംസാരിക്കുന്നത് പൊട്ടത്തെറ്റായിരിക്കാം, ചിലപ്പോ ഇല്ലേ. ചിലപ്പോ ഞാൻ പറയുന്നത് ചിലപ്പോ പൊട്ടത്തെറ്റായിരിക്കാം. പക്ഷെ എന്താ, സ്റ്റേജ് ഫിയർ ഇങ്ങനെ പറഞ്ഞാലേ മാറുള്ളൂ. ജയശ്രീ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതിന് ജയശ്രീ വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. ജയശ്രീ ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ജയശ്രീനെ കാണാറില്ലല്ലോ. ചേച്ചിക്ക് ജോലിയായി മിസ്സേ. ജോലിയിലാണോ? ഇന്ന് കേറിയിട്ട് പോയെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെയാണ് മിസ്സേ. ഓക്കെ, അപ്പൊ അതിനും ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജയശ്രീ ആണല്ലേ. അല്ലെ, എല്ലാവർക്കും സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ക്ലാസ്സിലായാലും എന്റെ ക്ലാസ്സിലായാലും ഇടയ്ക്കൊക്കെ ക്യാമറ ഓൺ ചെയ്തൊക്കെ ഇരിക്കുന്നത് കാണാം. ഒരു ഫിയറും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ പേടിയും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം അല്ലെ. ക്യാമറ ഓൺ ചെയ്യാൻ തന്നെ പേടിയായിരിക്കും അല്ലെ. പക്ഷെ ഈ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ ഈ എൻവയോൺമെന്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. അതാണ് ടീച്ചേഴ്സ് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും മടി കൂടാതെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ശ്രുതിയുടെ കുറച്ച് പേടിയൊക്കെ മാറിയില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അല്ലെ. സ്തുതിയായിട്ട്
ഗസ്റ്റിന്റെ സ്ഥാനത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കേട്ടില്ല ടീച്ചറെ എന്താ പറഞ്ഞേ? കുറച്ച് നാളെ കഴിയുമ്പോൾ സ്ഥാനത്തിന്റെ ശ്രുതി വന്നിരുന്നു ഇതുപോലെ ക്ലാസ് എടുക്കുന്നു. ഓക്കെ ആയിട്ടുണ്ടല്ലേ, നല്ല ക്ലാസ് എടുത്തിരുന്നു. നല്ല രസമായിട്ട് ഓരോ ഭാഗം നമുക്ക് സ്റ്റാഫ് തന്ന് നല്ല അടുക്കും ചിട്ടയോടുകൂടി ആയിരുന്നു ശ്രുതിയുടെ ക്ലാസ് എടുത്തത് അല്ലെ. എക്സാമ്പിൾസ് പറഞ്ഞു, അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ആ കുട്ടി എടുത്തത്. അത് ആ കുട്ടിയുടെ പിന്നിൽ കുറെ സപ്പോർട്ടുകൾ ഉണ്ട്, ഫ്രണ്ട്സ് കാര്യങ്ങൾ അല്ലെ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം എല്ലാവരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇനി ആരും സെമിനാർ എടുക്കാനില്ലല്ലോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് അല്ലേ? നിങ്ങളൊന്ന് നോക്കാട്ടോ, ഏതെങ്കിലും ടോപ്പിക് എടുക്കാത്തതോ നമ്മൾ പറയാത്തതോ ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് ഇതില് PGക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവോ? മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ലേ? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറൊരു ടോപ്പിക് ഉള്ള ഇനി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാനിന്ന് മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കിട്ടുന്നുണ്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വരിയും ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വരിയും വായിച്ച് നോക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അത് ഉഴപ്പരുത്, കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. ടൈമും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. ഇനിയിപ്പോ ജൂൺ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കും. പിന്നീട് എക്സാം വരും കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ 17th 16th റെക്കോർഡ് 5 ഒക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പോവാ. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു അല്ലേ ഇന്ന്? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലെ 3rd യൂണിറ്റ് കേട്ടോ. ഇതാണ് ഫീസ് എടുക്കുന്നത്. സെമിനാറും തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അപ്പൊ അത് പ്രിപ്പയർ ആയിട്ട് വരാം. അപ്പൊ അടുത്ത വീക്കിൽ നമുക്ക് എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ആരെങ്കിലും പറയൂ. എന്റെ കൂടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കണ മിസ്സേ. നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സൈനോട്ട് അറിയാം, എനിക്ക് നെറ്റ് സ്ലോ ആയതുകൊണ്ടേ ആദ്യം മുതൽ ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതിന് റീചാർജ് ചെയ്തപ്പോഴാണ് നെറ്റ് ഇല്ലാണ്ടാന്ന് ആദ്യം മനസ്സിലായില്ല. അതിന് കുറച്ച് വൈകിയാ കയറിയത്. ഇന്നത്തെ ക്ലാസ് കുറച്ചൊക്കെ കേട്ടുള്ളൂ. എന്നാലും സെമിനാറാണ് എടുത്തതെന്ന് അറിയാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കണമെന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എപ്പോഴും പുറത്തൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യാത്ത. അപ്പൊ മിക്കവാറും അടുത്ത സെമിനാർ ടോപ്പിക് എന്റെ ഒക്കെ വരും തോന്നുന്നു. വരും. അടുത്ത ആഴ്ച ഇങ്ങനെ നടക്കാൻ പാടില്ല, വീട്ടിലുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.